Hi friends, welcome to my channel. This is Martin with you. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എന്നോട് നമ്മുടെ ഈ ട്യൂട്ടോറിയൽ ലെസണിലൂടെ പലരും എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വയലിൻ പഠിക്കുമ്പോൾ ഏത് ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പം ഹണിമാൻ ട്യൂട്ടർ കഴിഞ്ഞിട്ട് ഏത് ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ ബിഗിനറിന് ഏത് ബുക്കാണ് നല്ലത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ ടീച്ചർ ഒരു ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടാവും. അത് തീർച്ചയായും നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ എന്താണ് നമ്മൾ ഈ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഓരോ ബുക്കിൻ്റെയും പ്രശ്നങ്ങൾ, ഓരോ ബുക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് ഉടനെ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് നമ്മൾ പഠിക്കേണ്ട ബുക്കുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ വയലിൻ പഠിച്ചത് കോട്ടയത്താണ്. ഞാൻ ആദ്യം കർണാട്ടിക്കായിരുന്നു വയലിൻ പഠിച്ചത്. അത് നമ്മുടെ കലാക്ഷേത്രം, കോട്ടയത്തുള്ള എല്ലാവർക്കും അറിയാം, കലാക്ഷേത്രത്തിൽ മാത്യു സാറിൻ്റെ കീഴിൽ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു വെസ്റ്റേൺ മ്യൂസിക് എന്ന ഒരു മ്യൂസിക്കിലൊരു മ്യൂസിക്കിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന മനസ്സിലായത്. അപ്പം അങ്ങനെ എനിക്ക് വെസ്റ്റേൺ വയലിനിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു. എൻ്റെ ടോട്ടൽ പ്ലേയിങ് അങ്ങോട്ട് മാറ്റി. അപ്പം കുട്ടിയേച്ചൻ മാസ്റ്ററായിരുന്നു എനിക്ക് ആദ്യം വെസ്റ്റേൺ വയലിൻ നോട്ട്സുകൾ പറഞ്ഞു തന്നത്. എനിക്ക് വെസ്റ്റേൺ തുടക്കം വിട്ടത് കുട്ടിയേച്ചൻ മാസ്റ്ററിലൂടെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം അവിടെ അന്നത്തെ ആ ടൈമിൽ നമുക്ക് അവിടെ ഫോളോ ചെയ്തിരുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ ഹണിമാൻ ബുക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന, മിക്കവരും കേരളത്തിലുള്ള എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ബുക്കാണ് ഹണിമാൻ ട്യൂട്ടർ. നല്ലൊരു ബുക്കാണ്, വളരെ നല്ലൊരു ബുക്കാണ്. പഴയ ഓൾമോസ്റ്റ് എല്ലാ വയലിനിസ്റ്റുകളും പഠിച്ചേക്കുന്ന ഒരു ബുക്കാണ് ഈ ഹണിമാൻ ട്യൂട്ടർ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള നോട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വാൻസ് ലെവലിന് ബുക്ക് പറയാം. ഈ ഒരു ബുക്ക് പഠിച്ചാൽ ഓൾമോസ്റ്റ് ഒരു ഹാഫ് വയലിനിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഇത് നല്ല ക്ഷമയുള്ളവർക്ക് പഠിച്ചെങ്കിലുള്ളൂ ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സത്യം. കാരണം ഇതിൻ്റെ പാസേജസ്, ഇതിൻ്റെ അകത്തുള്ള എക്സസൈസുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡാണ്. നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു 2.5 ഇയർ കൊണ്ടാണ് ഈ ബുക്ക് തീരുന്നത്, ഫസ്റ്റ് ലെവൽ. അപ്പം അതിനുള്ളിൽ അവർ നല്ലൊരു വയലിനിസ്റ്റ് ആയിരിക്കും, ഒരു ഹാഫ് വയലിനിസ്റ്റ് ആയിരിക്കും. അതായത് നല്ലൊരു പ്ലേ. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 5 or 6 സ്കെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ മൈനർ ആൻഡ് മേജർ സ്കെയിൽസ് ഉണ്ട്. പൊസിഷൻ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്, അത്തരം പൊസിഷൻസ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ കുവൈറ്റിൽ ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഈ ബുക്ക് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ സ്റ്റുഡൻസിന് മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസും വരുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പം കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ബുക്കുകളായിരിക്കും അവർ നോക്കുന്നത്. അപ്പം ഞാൻ ഹണിമാൻ ട്യൂട്ടർ ആദ്യം വന്ന ടൈമിലൊക്കെ, ഞാനിവിടെ കുവൈറ്റിൽ വന്ന സമയത്തൊക്കെ ഹണിമാൻ നോക്കിയിരുന്നു, ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഇത് ചില കുട്ടികൾ വർക്കൗട്ടായില്ല. ചിലവർ വളരെ വളരെ സ്ലോയിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ബുക്ക് മാറ്റി നമ്മുടെ ETA COHEN'S ബുക്ക് ഞാൻ ബുക്ക് 1. ഇപ്പം എൻ്റെ ഉള്ളത് ഒറിജിനൽ ബുക്ക് 2 ഉണ്ട്. ബുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ബുക്ക് 2 ആണ്. ഇതിൻ്റെ പാർട്ട് 1 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നല്ലൊരു ശതമാനം സ്റ്റുഡൻസും വളരെ കുറച്ചും കൂടെ ലെവലിൽ അവർ വായിക്കാൻ തുടങ്ങിയതായി കണ്ടു. അപ്പം ഈ ബുക്ക് ഫോളോ ചെയ്യുമ്പം കുറച്ചും കൂടെ സിമ്പിളാണ്. പിന്നെ അതിൻ്റെ ലെസൺസ് നോക്കി അറിയാം. വളരെ പാർട്ട് 1 കാണിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സുകളാണ് എല്ലാം. ഒരു മാക്സിമം ഒരു 4 lines 2 lines ഒക്കെ ഉള്ളൂ അല്ലേ. ലെസൺസ് ഒക്കെ വളരെ വളരെ കുറഞ്ഞ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ഇത് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സോങ്സും നേഴ്സറി റിതംസും ഒക്കെ ആഡ് ചെയ്ത ഒരു ബുക്കാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട്, ആ ബുക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഹണിമാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ചില കുട്ടികൾക്ക് ഈ ഹണിമാൻ ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ ഈ ബുക്കിൻ്റെ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ അവർ ഏകദേശം ഞാൻ പാർട്ട് 1ൻ്റെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞാൽ 6 മന്താണ്. ഒരു 6-7 മന്തിനുള്ളിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ബുക്കും ഏകദേശം ഒരു മോർ ദാൻ 7 ഇയറിനുള്ളിൽ ഫിനിഷ് ചെയ്യും ഈ ബുക്ക്. അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവർക്ക് ഹണിമാൻ കൊടുക്കാറുണ്ട്. നോർമലി ഞാൻ ഫോളോ ചെയ്യുന്നത് പാർട്ട് 1 ETA COHEN കഴിഞ്ഞാൽ ഹണിമാൻ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഇപ്പം കുട്ടികൾ ഫോളോ ചെയ്യാൻ പാടാണെങ്കിൽ നമ്മൾ ETA COHEN ബുക്ക് നമ്പർ 2 ഫോളോ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബുക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1 ഇയർ 1.5 ഇയറിനുള്ളിൽ ഈ 2 ബുക്കും കഴിഞ്ഞിട്ട് നമുക്ക് ഹണിമാനിലോട്ട് കയറാൻ പറ്റും. പിന്നീട് ഹണിമാൻ ട്യൂട്ടർ നോർമലി നമ്മൾ ഹണിമാൻ പഠിച്ചു കഴിഞ്ഞാൽ നോർമലി ഞാൻ ഫോളോ ചെയ്യുന്ന അടുത്ത ബുക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഹണിമാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഹണിമാൻ ഓക്കെ വായിച്ച് കുഴപ്പമില്ല, അവർക്ക് ഹണിമാൻ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡോഫ്ലിൻ്റെ ബുക്ക്. ഇത് പാർട്ട് വോളിയം 2 ആണ്. ഓക്കെ, വോളിയം 2 ചെയ്യാം, അല്ലെങ്കിൽ വോളിയം 3 ചെയ്യാം. ഹണിമാൻ കഴിഞ്ഞ് വോളിയം 3 ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ വോളിയം 2 ആണ് ചെയ്യുന്നത്. വോളിയം 2 വായിച്ച് ഏകദേശം ഒരു മെലഡിക്കും അതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേജർ ആൻഡ് മൈനർ റിലേറ്റീവ്സ് അങ്ങനെയുള്ള നോട്ടുകളും സ്കെയിൽസൊക്കെ ഇതിനകത്ത് കുറേ ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചും കൂടെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് കുറച്ചും കൂടെ സപ്പോർട്ടീവ് ബുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് എടുത്തേക്കുന്നത്. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഇത് ഹണിമാൻ കഴിഞ്ഞിട്ട് എടുക്കുന്നത്. ഡോഫ്ലിൻ എടുക്കും, പാർട്ട് 2 എടുക്കും. അത് കഴിഞ്ഞിട്ടൊരു ബുക്കും കൂടി ഉണ്ട്. ഇത് ഞാൻ പഠിച്ച ഒരു മെത്തേഡിൻ്റെ ഇതിലാണ് പറഞ്ഞത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോഡർ. ഈ ബുക്ക് അധികം പേരിൽ കാണാൻ സാധ്യത കുറവാണ്. ഇത് ലോഡർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബുക്കാണ്. വളരെ നല്ല ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ബുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലോണം വായിക്കാനുണ്ട്. നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ലെസൺസൊക്കെ ഇതിലുണ്ട്. കുറേ എക്സസൈസുകളുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ വായിച്ച് വരുന്ന ഒരാൾക്ക് ഈ ബുക്ക് കഴിയുമ്പോൾ നല്ല റേഞ്ചിൽ വായിക്കാൻ പറ്റും. പ്രാക്ടീസാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വേണ്ടത്. അപ്പം ഞാൻ എല്ലാവരോടും പറയണ്ട, എല്ലാ സ്റ്റുഡൻസിനും പറയണ്ട, നമ്മൾ ക്ലാസ്സിൽ പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും വയലിനിസ്റ്റ് ആകത്തില്ല. നമ്മൾ വീട്ടിലിരുന്ന് അത് വർക്കൗട്ട് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എല്ലാവരും പറയും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ കഴിയുമ്പോൾ മടുത്തു, ടയേർഡ് കൈക്ക് വരുന്നതെന്നൊക്കെ പറയും. നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു പ്രാക്ടീസിൻ്റെ ടൈം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ഒരു ഫ്രീ ഡേ കിട്ടി നമുക്കപ്പം നമുക്ക് സെവറൽ ടൈംസ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം മോർണിംഗ് നിങ്ങളൊരു 7 o'clock എഴുന്നേൽക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 o'clock എഴുന്നേൽക്കുവാണെങ്കിൽ, എക്സാമ്പിൾ 5 എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ 7 o'clock നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ ചെയ്യാം. ഓക്കെ, ആ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങളൊരു 9 o'clock അല്ലെങ്കിൽ 9:30 ഒരു ഹാഫ് ആൻ അവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെയൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 11 o'clock ചെയ്യാം ഹാഫ് ആൻ അവർ. അപ്പോൾ 1.5 hour ആയി അല്ലേ. പിന്നെ ഒരു 1 o'clock കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ സെക്ഷൻ 2 o'clock ചെയ്യുവാണെങ്കിൽ 2 to 2.5 ചെയ്യുകയാണെങ്കിൽ 2:30 വരെ ചെയ്യുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ 2 hour കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു 4 o'clock 3 o'clock അല്ലെങ്കിൽ 3:30 ഒരു ഹാഫ് ആൻ അവർ ചെയ്താൽ നമ്മൾ 2.5 മണിക്കൂറായി. അങ്ങനെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയാൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കുക. സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഒറ്റയടിക്ക് നമ്മൾ 4 hours ഇരിക്കാൻ ഞാൻ പറയുന്നില്ല. സ്പ്ലിറ്റ് ചെയ്ത് സെവറൽ ഇൻ്റർവെൽസിൽ നിങ്ങൾക്ക് അതിനെ പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഇതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടന്റ് നല്ലവണ്ണം ചെയ്യണം. നമ്മൾ വാരിവലിച്ചെല്ലാം ചെയ്യരുത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ വിത്തിൻ 1 month നിങ്ങളുടെ പ്ലേയിങ് മാറിയിരിക്കും. അതിൻ്റെ അകത്തുള്ള വേരിയേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും ബുക്ക് നമ്മൾ ഫോളോ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ബുക്ക്, ഇതൊരു സ്കെയിൽ ബുക്കാണ്, ഹിർമലിയുടെ ഒരു ബുക്കാണ്. ഈ ഒരു ബുക്ക് വേണം നിങ്ങൾക്ക് ഈ ലോഡർ കഴിഞ്ഞിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഈ ഡോഫ്ലിൻ്റെ ബുക്ക് കഴിഞ്ഞിട്ട് വേണം. സ്കെയിൽ സിസ്റ്റമാണ്. ഇത് നല്ലൊരു ബുക്കാണ്, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഇത്തരം ബുക്കുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് US-ലുള്ള ടീച്ചേഴ്സ്, അതായത് യൂറോപ്യൻസ് ചെയ്യുന്ന ഒരു മെയിൻ ബുക്കാണ് സുസുക്കിയുടെ ബുക്ക്. അവർ ഫോളോ ചെയ്യുന്നത് സുസുക്കിയാണ്. സുസുക്കി മെത്തേഡ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ കൺസോർട്ട് ടൈപ്പുള്ള നോട്ട്സുകളാണ്, പീസസ്. ഇപ്പം എ മൈനർ കൺസോർട്ടോ അങ്ങനെയുള്ള നോട്ടുകളൊക്കെയാണ് അതിൻ്റെ അകത്ത് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ
അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ അവിടെ കൂടുതലും ഫോളോ ചെയ്യുന്ന ഹണിമാൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കണ്ടുവരുന്ന ETA COHEN'S ഫസ്റ്റ് ബുക്കും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്, പല ടീച്ചേഴ്സും ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബുക്കുകൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒത്തിരി വാരി വലിച്ച് പഠിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഇപ്പോൾ ഒരു കണ്ടന്റ് എടുത്തിട്ട് ആ കണ്ടന്റ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന ഡ്യൂറേഷൻ നമ്മളിങ്ങനെ സെവറൽ ടൈംസ് അറേഞ്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലേയിങ് ഒത്തിരി ബെറ്റർ ആവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ബുക്കുകൾ, ഈ ലോഡറിൻ്റെ ബുക്ക് നമുക്ക് ഇപ്പം ഓൺലൈനായിട്ടൊന്ന് പർച്ചേസ് ചെയ്യാവുന്നതല്ല. പിന്നീട് ഇനി ഇതിപ്പം നാട്ടിൽ വരുമ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ഇനി അടുത്ത ഒരു വെക്കേഷൻ വരുമ്പം ഞാൻ അറിയിക്കാം. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ കോപ്പി തരാം. കോപ്പിൻ്റെ ഒറിജിനൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ വേണ്ടവർക്ക് ഞാനിതിങ്ങനെ കോപ്പി എടുത്ത് ബുക്കായിട്ട് തരാം. അപ്പം അത് നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു വയലിൻ പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കൂടുതലും പ്രാക്ടീസ് എന്നൊരു സാധനം തന്നെ വേണം. നമ്മൾ ക്ലാസ്സിന് പോയി 2 വർഷം പഠിച്ചിട്ട് ആ സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ട് 2 വർഷം പഠിച്ചിട്ടൊന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മളത് കറക്റ്റല്ല പറയുന്നത്. കാരണം നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. മിക്കവരും പറയുന്നതിലും പ്രാക്ടീസ് ഇല്ല. പ്രാക്ടീസ് ചെയ്യുന്നവരിൽ ഡെഫിനറ്റായിട്ട് ആ ചേഞ്ചസ് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് നമുക്ക് കണ്ടറിയാം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ടച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻറ്റ് വായിക്കുന്നത്. അപ്പം നല്ലോണം പ്രാക്ടീസ് ചെയ്താണ് അവരെടുക്കുന്നത്. അപ്പം ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാം. പ്രാക്ടീസ് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലേയിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഈ ലെസൺസ് ബുക്കുകൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇനി അടുത്ത വീഡിയോ ഒക്കെ ഉടൻ തന്നെ വരുന്നുണ്ട്. പുത്തൻ്റെ ഹണിമാനിലെ 2-3 ലെസൺസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതുപോലെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി വീഡിയോ കാണാൻ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക. ഹാവ് എ നൈസ് ഡേ. ബൈ.